ആനയെ കണ്ടിട്ടുണ്ടോ പോകുന്ന വഴിക്ക്? 27 എന്റെ പൊന്നു പറഞ്ഞു രാവിലെ ആന കണ്ടിട്ടില്ലേ? എവിടെ വെച്ചുണ്ട്? അവിടെ പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങൾ അങ്ങോട്ട് പോകും. ആന നേരെ വരുമോ, കൊച്ചു വീണ് ആന പേടിച്ചു. തന്റെ വീട്ടിൽ ഒരു വർഷം മുമ്പെത്തിയ സന്നദ്ധ പ്രവർത്തകരോട് മാത്രമല്ല കാട്ടാന ഭീതിയെക്കുറിച്ച് സോഫിയ വനംവകുപ്പിനെയും അറിയിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയതല്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്തില്ല. പ്രദേശത്ത് സോളാർ വേലി പോലും സ്ഥാപിച്ചില്ല. ഒടുവിൽ സോഫിയ ഭയപ്പെട്ടതുപോലെ അവരുടെ ജീവൻ കാട്ടാന എടുത്തു. ഇന്നലെ വൈകിട്ട് 5:45 വീട്ടിന് സമീപത്ത് വെച്ചാണ് സോഫിയ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. കുളിക്കാൻ പോയ അമ്മയെ കാണാതെ തിരഞ്ഞെത്തിയ മകൻ കാണുന്നത് ചേതനയേറ്റ സോഫിയയുടെ ശരീരമാണ്. തുടർന്ന് 8 മണിക്കൂർ നീണ്ട പ്രതിഷേധം. പുലർച്ചെ ജില്ലാ കളക്ടറെത്തി നഷ്ടപരിഹാരം അടക്കമുള്ളവയിൽ ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഞങ്ങൾ ഇന്നലെ രാവിലെയും കൂടെ ഫോറസ്റ്റുകാരെ വിളിച്ച് അനീഷ് മെമ്പറും കൂടെ വിളിച്ച് ഫോറസ്റ്റുകാരായിട്ട് പറഞ്ഞതാണ്. പറഞ്ഞപ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ അവർ വന്നിട്ടില്ല. അവർ രാവിലെ വന്ന് ആനയെ ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചേന്നാപ്പാറ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹം വരിക്കാനി ജുമാ മസ്ജിദിലാണ് കബറടക്കിയത്. വനംവകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു സോഫിയയുടെ കുടുംബത്തിന് കൈമാറി. പ്രദേശത്ത് സോളാർ വേലിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ മലയോര മേഖലയിൽ കാട്ടാന ഭീതി എത്രത്തോളം ഉണ്ടെന്ന് വിവരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ ഒരാഴ്ചക്കിടെ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മനുഷ്യജീവനാണ് സോഫിയയുടേത്. ഓരോ തവണ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അവസാനത്തേതാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചേന്നാപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനിസ് രാജു, മാതൃഭൂമി ന്യൂസ്.